തിരുവചനം മാനവരക്ഷാവചനം. ഹൃദയങ്ങളെ ഒരുങ്ങിടുക വചനത്തെ എതിരേൽക്കാൻ. സ്തുതിയായിരിക്കട്ടെ. നമുക്കിരിക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്ത് പറയണം എന്നുള്ളൊരു ചിന്ത, എന്താ പറഞ്ഞുകൂടാത്തത് അമ്മയെക്കുറിച്ച് എന്നുള്ളതാണ് മറുപടി ചോദ്യം. എന്താണ് അമ്മയെക്കുറിച്ച് പറഞ്ഞ് കൂടാത്തത്? കാരണം ഏതൊരു കുഞ്ഞിൻ്റെയും നാവിൽ നിന്ന് ആദ്യം വരുന്ന പദമെന്ന് പറയുന്നത് എന്താണ്? അമ്മ. തേനുലാവിന ഭാഷയോടൊപ്പം ആദ്യം വരുന്നത് അമ്മ എന്ന് തന്നെയാണ്. അപ്പോൾ അമ്മ എന്ന പദം കേൾക്കുമ്പോഴും ഉച്ചരിക്കുമ്പോഴും ഓരോ പൈതലിൻ്റെയും ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടി ഒഴുകുന്നു എന്ന് പറയും. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളായ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആരാണ്? നമ്മളാരാണ്? അത്രയാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും ഇത്രമാത്രം പൈതലായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഉണ്ണികളായിട്ട് നമ്മൾ കരുതുന്നു നമ്മുടെ സാധാരണ അമ്മമാരെങ്കിൽ, നമ്മുടെ സ്വർഗീയ അമ്മ നമ്മെ ഓരോരുത്തരെയും എത്രമാത്രം കരുതലോടുകൂടെ സ്നേഹിക്കുന്നു. കാൻ യു ഇമാജിൻ ഇറ്റ്? അതാണ് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച്, പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച്, അമ്മയുടെ ദയാവായ്പിനെക്കുറിച്ച്, അമ്മയുടെ കാരുണ്യത്തെക്കുറിച്ച്, അമ്മയുടെ അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച്, നമ്മളുള്ള കരുതലിനെക്കുറിച്ച്, സ്നേഹം കൊണ്ട് വാചാലയാകുന്ന നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം പറയാതിരിക്കാൻ പറ്റൂ? ഞാനതങ്ങനെ ചിന്തിക്കുന്നത്, എന്തൊക്കെ പറയാതിരിക്കാൻ പറ്റുമെന്ന്. കാരണം എന്താ? തൻ്റെ മാതൃത്വത്തിലൂടെ ഈ ഭൂമിയേക്കാൾ വിശാലമായ, ആകാശത്തേക്കാൾ ഉന്നതമായ, ഒരിക്കലും വർണ്ണിച്ചു ഒതുക്കുവാൻ സാധിക്കാത്ത ദൈവസ്നേഹം പകരാൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണ് പരിശുദ്ധ മറിയം. അതാണ് എൻ്റെ അമ്മയെക്കുറിച്ച് കൂടുതൽ വിലമതിയോടുകൂടെ കാണുന്ന സമയങ്ങളാണിത് കേട്ടോ. ഒന്നും വിചാരിക്കരുത്. എൻ്റെ കർമ്മലമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിയെക്കുറിച്ച് ഏറ്റവും വലിയ വില പിടിച്ചത് കയ്യിൽ നിന്ന് പോകാറാകുമ്പോഴാണ് അതിൻ്റെ വിലയെക്കുറിച്ചുള്ള ബോധ്യം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അമ്മ രോഗാവസ്ഥയിലാണ്, ആശുപത്രിയിലാണെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ കർമ്മലമ്മയെക്കുറിച്ച് ആയതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. എന്താണ്? കർമ്മലമ്മ അമ്മയുടെ മോളായതുകൊണ്ട് എനിക്ക് എന്തിനാ പേടിക്കേണ്ട കാര്യം? ഞാൻ അമ്മയുടെ മോനായിട്ട് അപ്പോഴും തുടരുമല്ലോ. ഇതാണ് എൻ്റെ ഒരു ധൈര്യം. കർമ്മലമ്മ എൻ്റെ അമ്മ ആയതുകൊണ്ട് കർമ്മലമ്മയുടെ മകനായിട്ട് ഇനിയും എനിക്ക് തുടരാൻ സാധിക്കുമല്ലോ. ഇതാണ് ഒരു ധൈര്യം എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ സാധിക്കുക? അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം, നീ എൻ്റെ പൊന്നുമോനും നീ എൻ്റെ പൊന്നുമോളും. ഇതിൻ്റെ അപ്പുറത്ത് പറയാനുണ്ടോ? നീ എൻ്റെ പൊന്നുമോനും നീ എൻ്റെ പൊന്നുമോളുമാണ്. പരിശുദ്ധ അമ്മ നമ്മെക്കുറിച്ച് പറയുന്നത് തന്നെയാണ്, നീ എൻ്റെ പൊന്നുമോനും പൊന്നുമോളുമാണ്. പിന്നെ നമ്മളെന്തിനെ സങ്കടപ്പെടുന്നത്? പിന്നെ നമ്മളെന്തിന് വിഷാദിക്കണം? നമ്മളെന്തിന് കരയണം? നമ്മളെന്തിന് വിലപിക്കണം? ഇതാണ് എൻ്റെ ചോദ്യം. ദൈവം പ്രപഞ്ചത്തെ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചുവെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തെ ആർക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. മാത്രമല്ല ഈശോയ്ക്ക് അമ്മയാകാൻ അവൾ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ
അവൾ എൻ്റെയും കൂടി അമ്മയായതുകൊണ്ട് എനിക്ക് ചില ആനുകൂല്യങ്ങൾ, പ്രിവിലേജസുകളെല്ലാം അമ്മ തരുന്നുണ്ട്. എന്താ തരുന്നത്? ചില പ്രിവിലേജസുകൾ. ആ ചില പ്രിവിലേജസുകളെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം അതിൽ കൂടുതലൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്താണായാലും ആദ്യത്തെ പ്രിവിലേജസ് എന്തായിരിക്കും? എന്താണ്? ജനകോടികളുടെ മാതാവായ അവൾ എൻ്റെയും അമ്മയായി തീർന്നു എന്നതാണ് ആദ്യത്തെ പ്രിവിലേജ്, അല്ലേ? എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ഈശോ രക്ഷിക്കുക, മറിയം സഹായിക്കുക. ഇത് എൻ്റെ വല്യമ്മച്ചി പറഞ്ഞിരുന്ന പ്രാർത്ഥനയാണ്. ഈശോ രക്ഷിക്കുക, മറിയം സഹായിക്കുക. അത്രേ ഉള്ളൂ. എത്ര ചെറിയ പ്രാർത്ഥനയല്ലേ? ഈശോ രക്ഷിക്കുക, മറിയം സഹായിക്കുക. അപ്പൊ ജനകോടികളുടെ അമ്മ എൻ്റെ അമ്മയായി എന്നുള്ളത് എവിടെ നിന്ന് ആരംഭിക്കുന്നു? അത് കാൽവരിയുടെ കുരിശിൽ നിന്ന് ആരംഭിച്ചു. അല്ലെങ്കിൽ അത് വേറൊരിടത്തു നിന്ന് ആരംഭിച്ചു എന്നും കൂടിയും പറയാം. അതെവിടെ നിന്നായിരിക്കും? എവിടെ നിന്നാ? ഗസമനിന്നാ? കാനായിൽ നിന്നാ? അത് ആരംഭിച്ചത് എവിടെ വെച്ചിട്ടാണ്? നസ്രത്തിലെ ഭവനത്തിൽ വെച്ചാണ്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ആദ്യത്തെ അനുഭവം അമ്മയ്ക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? എവിടെ വെച്ചിട്ടാ? അല്ല, എന്താ പറഞ്ഞത്? ശമോന്റെ ഉണ്ണിനെ കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും, ഇവൻ മൂലം പലരുടെയും ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും, ഇവൻ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും. യഥാർത്ഥത്തിൽ മറിയം കേട്ടതെല്ലാം ഹൃദയത്തിൽ. ലൂക്ക അങ്ങനെ എഴുതി വെച്ചേക്കുന്നല്ലേ? അയ്യോ, എത്ര മിടുക്കാണ് കേട്ടാ. എന്തെല്ലാം കാര്യങ്ങൾ പറയേണ്ടത് എല്ലാം കൂടി ഒറ്റ വാക്കില് അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സംഗ്രഹിക്കാൻ പറ്റിയ സ്ഥലേ എവിടെയാണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? എന്താ സംഗ്രഹിച്ചത്? മാലാഖ പറഞ്ഞത് മുടങ്ങ് സംഗ്രഹിച്ചു ഇല്ലേ? മാലാഖ എന്തൊക്കെ പറഞ്ഞത്? കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്റെ കൂടെ, വാഴ്ത്തപ്പെട്ടവൾ നീ, ഉദരത്തിന് ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പിന്നെ ദാവീദിൻ്റെ അധികാരം അങ്ങാറ്റത്തോളം ഉണ്ടായിരിക്കും, ലോകമുള്ളിടത്തോളം കാലം അവൻ്റെ അധികാരത്തിന് അവസാനം വരില്ല, അല്ലേ? എന്തൊക്കെയോ മധുരമിഠായികളൊക്കെയാണ് പറഞ്ഞു വെച്ചത്. എന്തെല്ലാം മധുരമിഠായികളാണ്, അല്ലേ? തേനിലാവിൻ്റെ ഭാഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. എന്നിട്ട് ശെമയോനും അന്നായും അടുത്ത് എന്ന് പറയുകയാണ്, നിന്റെ ഹൃദയത്തിലൂടെ ആൾക്കടക്കും. സത്യത്തില് ഫിയാത്ത് എന്ന വാക്ക് എന്താ? ഫിയാത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതാ. ഫിയാത്ത് എന്ന് പറയുന്ന അർത്ഥം എന്താ? ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാണ് ഫിയാത്ത്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ചിത്തം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്നതാണ് ഫിയാത്ത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഷ തന്നെ ഫിയാത്ത്. എന്താ ഫിയാത്ത്? ഫിയാത്ത് എന്ന പദം വഴി മൗതിക ശരീരത്തിൻ്റെ ശിരസിൻ്റെ അമ്മയായ മറിയം മൗതിക ശരീരത്തിൻ്റെ മുഴുവനും മാതാവായി മാറുന്നു. ഇതാര് പറഞ്ഞതാ? പോൾ ആറാമൻ മാർപ്പാപ്പ. ആരാ പറയുന്നത്? എപ്പോഴ്? മറിയവും സഭയുമായുള്ള ബന്ധത്തിൽ നിന്ന് മറിയവും പരിശുദ്ധ കുർബാനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പരിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ വത്തിക്കാൻ കൗൺസിലിൽ 3-ാം ഘട്ട സമാപന സമ്മേളനത്തിൽ പ്രസ്താവിച്ചതാണ്. ഫിയാത്ത് എന്ന വാക്കുവഴി പുത്രൻ്റെ മാതാവായ മൗതിക ശരീരത്തിൻ്റെ ശിരസിൻ്റെ മാതാവായ മറിയം മൗതിക ശരീരത്തിൻ്റെയും മുഴുവനും മാതാവായി തീർന്നു എന്ന് പറഞ്ഞെന്താ അർത്ഥം? മൗതിക ഈശോയുടെ ശിരസ് ഈശോയായിട്ട് ധരിച്ചിരിക്കുന്നത് പൗലോസ്ലീഹ ചിത്രീകരിച്ചിരിക്കുന്നത് തിരുസഭയാണ്. കർത്താവ് ശിരസ്. വിവാഹത്തിൻ്റെ സമയത്ത് വായിക്കുന്ന ലേഖനത്തിൽ പറയുന്നതാണ്, ഭർത്താവ് ഭാര്യയുടെ
സീരിയസ്. അത് കേൾക്കുമ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, അത് ഉറപ്പാണ്. ഇനി ഇയാളത്തെ സീരിയസ് ഞാൻ ഉടലായിട്ട് അയാൾ സീരിയസ് ആയിട്ട് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്താ പല പ്രശ്നങ്ങൾക്കും കാരണം അതാണ് കേട്ടോ. അയാൾ സീരിയസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ നടന്നെങ്കിൽ 7 പണ്ടേ രക്ഷപ്പെട്ടവനെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത്ത അടി മുഴുവൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ സഭ കർത്താവിൻ്റേതാണെന്ന് ഉറപ്പായിട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുന്നൊരു കാര്യം, എപ്പോൾ മറിയം സമ്മതം കൊടുത്തു ദൈവത്തിൻ്റെ വാക്കുകൾക്ക്. എനിക്ക് എൻ്റെ അനുഭവത്തിനൊരു കാര്യം പറയട്ടെ. പരിശുദ്ധമ്മ ഈശോയുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈശോയുടെ അംബാസിഡറാണ് ഞാനെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അംബാസിഡറെ ഈശോ പിടിക്കാൻ വരികയാണ്. എന്താ പറഞ്ഞാൽ പട്ടാളത്തിൻ്റെ ജനറൽ കാണാൻ വരികയാണ് അംബാസിഡറെ. അപ്പോൾ അവർ വരുന്നൊരു വരവുണ്ട് അല്ലേ, ടിപ്പ് ടോപ്പിലൊക്കെ ആയിട്ട് വരുന്ന വരവുണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരുത്തൻ ചെളി പിടിച്ച വസ്ത്രമായിട്ട് മുഷിഞ്ഞതുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനൊട്ടത്തട്ടാണ് അല്ലേ, സല്യൂട്ട് അടിക്കണം, വന്നാണ് ജസ്റ്റ്. ഉടനെ അമ്മ പറയും, അതെ ഇന്ന് കുറച്ചധികം പണിയുണ്ടായിരുന്നു എൻ്റെ മോനെ, അതുകൊണ്ട് ഇപ്പോൾ ഡ്രസ്സ് അലക്കാനും നേരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നീ ചൂടാവണ്ട, ഉള്ള ഡ്രസ്സ് ചെളിയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവൻ ഇത്രയും കാര്യങ്ങളിവിടെ ചെയ്തു, അതുകൊണ്ട് ഡ്രസ്സ് നോക്കിയിട്ട് നീ ചീത്ത പറയണ്ട. ആരുടെ പറയണത്? അമ്മ. ആദ്യം ആരോടെ പറയണത്? ജനറലിനോടാണ് പറയുന്നത് അല്ലേ, ജനറലിനോടാണ് പറയുന്നത് ഒന്നും ചെയ്യണ്ട. രണ്ടാമത്തത് ഇന്നത്തെ ഡ്യൂട്ടി എന്താ ചെയ്തു, കഴിഞ്ഞ ദിവസത്തെ ഡ്യൂട്ടികളൊക്കെ എന്താ ചെയ്തു, ഡ്യൂട്ടി ചെയ്തിട്ടില്ല, അവിടെ അങ്ങോട്ട് പോയി അങ്ങോട്ട് പറയും. അതങ്ങനെയല്ല ഈശോയെ, അവിടെ കുറേ കാര്യങ്ങൾ അച്ഛന് ചെയ്യാണ്ടായിരുന്നു, സെമിനാരിൽ പോകാണ്ടായിരുന്നു, അവിടെ നിന്ന് ഓടി പോകുന്നു, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൂടെ കുർബാന ചൊല്ലി, അത് കഴിഞ്ഞ് ചെടി നനയ്ക്കാൻ പോയി, അത് കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കുന്നതിൽ പകുതി നേരം ഇരുന്ന് ഉറങ്ങി, അത് കഴിഞ്ഞ് പള്ളിയകത്ത് വന്നിട്ടും നിൻ്റെ അടുത്തെല്ലാം വന്നിരുന്നത്, സംഗതി ഉറങ്ങിപ്പോയെങ്കിലും നീ അത് കണ്ടിരുന്നില്ല, അപ്പം നീ വിളിച്ചു വിടേണ്ടതല്ലേ, വിളിച്ചു വിടാത്ത കാലം കൊണ്ടല്ലേ, അപ്പോഴും കുറ്റം ആർക്കായിരിക്കും? ഈശോയ്ക്കല്ലേ. ഇങ്ങനെ ഏതെടുത്താലും എന്നെ സംരക്ഷിക്കുന്ന, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എന്നെ ഒരു തരത്തിലും ഒരാളിൽ നിന്നും ഒരു എന്താ പറയുക ഒരു അല്ലെങ്കിൽ ഒരു അല്ലേ എന്താ പറയുക പിള്ളേരെ ഉള്ളാകാതിരിക്കാൻ വേണ്ടി എന്നെ സംരക്ഷിക്കുന്നതാണ് എൻ്റെ അമ്മ. അതാണ് പ്രത്യേകത. അമ്മയ്ക്ക് ഈ അധികാരം ഈ പവർ എവിടെ നിന്ന് കിട്ടി? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതിന് കിട്ടി. അതെ, പരിശുദ്ധാത്മാവെന്നാണെന്ന് പറഞ്ഞൊരാൾ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത് നോക്കിയപ്പോൾ അതിലെ ഒരു കാര്യം ഇതാണ്. എന്താണ്? വിശുദ്ധ കുർബാനയും അല്ലെങ്കിൽ ഈശോയും മറിയവുമായിട്ടുള്ള ബന്ധമാണ് അമ്മയ്ക്ക് നമ്മളെ ഓരോരുത്തരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാനായിട്ടുള്ള വലിയ അധികാരം കൊടുത്തത്. കാരണം പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ 25ാം വാർഷികത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച 14ാമത്തെ ചാക്രിക ലേഖനത്തിലെ ഒരു അധ്യായം, ഒരു ചാക്രിക മറിയവും വിശുദ്ധ കുർബാനയും എന്ന് കുറിച്ചൊരു പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രബോധനത്തിലെ ഒരു അധ്യായം ഇങ്ങനെയാണ്: പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയായ മറിയത്തിൻ്റെ പാഠശാലയിൽ. എന്താ പറയുന്നത്? വിശുദ്ധ കുർബാനയുടെ സ്ത്രീയായ മറിയത്തിൻ്റെ പാഠശാലയിൽ. ഇതിലെ 6ാമത്തെ അധ്യായം പറയുന്നത് പരിശുദ്ധ കുർബാനയും സഭയുമായുള്ള ഗാഢമായ ബന്ധത്തിൻ്റെ സമ്പന്നത കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എവിടെയാണെന്ന് വല്ലതും കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ പുസ്തകം? അടച്ചു വെച്ചേക്കണ്. അതിൽ വല്ലതും കൊടുത്തിട്ടുണ്ടോ? ആ നാളുകളിൽ മറിയം ആരുടെ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്? ഈശോയുടെ ശിഷ്യന്മാരും കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പെസഹ വിരുന്ന് നടത്തിയപ്പോൾ അമ്മ എവിടെയായിരുന്നു? ഇതൊരു ചോദ്യം വെറുതെ. അമ്മ അവിടെ ഉണ്ടെന്ന്
പിന്നപ്പുറത്ത് കാണുന്ന ഒരാള്. മറിയ വോൾത്തോർത്ത എന്ന് പറഞ്ഞ പുണ്യവതി പറയുന്ന കാര്യം ഇതാണ്. എന്താണ്? അപ്പോസ്തലന്മാരും അത് 12 ശിഷ്യന്മാരും ഈശോയും ഒരു മേശയ്ക്ക് ഇരുന്നപ്പോൾ അവിടുത്തെ ശിഷ്യകളായിട്ടുള്ള ആളുകളും യാക്കോവിൻ്റെ അമ്മയായ മറിയം, മേരി സലോമി തുടങ്ങിയിട്ടുള്ള ആൾക്കാരും, പരിശുദ്ധ മറിയം, പിന്നെ അറിയാം മർത്ത, ലാസറിൻ്റെ പെങ്ങള് മർത്ത, മറിയം, യോവനായുടെ ഭാര്യ കൂസായുടെ ഭാര്യ യോവന്ന തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നവരും കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നവരുമായ സ്ത്രീകളൊക്കെ ആരുടെ കൂടെ ഉണ്ടായിരുന്നു? അവർ തൊട്ടപ്പുറത്തെ മുറിയിൽ, സഹിയോൻ മാളികയുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ ഭംഗിയായിട്ട് ഈശോ മേശയ്ക്ക് ഒരുക്കിയതുപോലെ ഒരു മേശയ്ക്കരികെ ഇരുന്നിരുന്നു. പക്ഷേ ഈശോ ആ കുർബാന ഈ 12 പേർക്കും കൊടുത്തതിന് ശേഷം ഒറ്റ നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയും കൊണ്ടുപോയി എവിടേക്ക്? പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക്. അവൾക്ക് കൂടെ അതെടുത്ത് കൊടുത്തു. എങ്ങനെയാണ് അതിനെക്കുറിച്ച് വിവരിക്കുന്നത്? അപ്പോൾ വിശുദ്ധ കുർബാനയുടെ സ്ത്രീയായിട്ട് മറിയം മാറി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഈ അമ്മയുമായും വിശുദ്ധ കുർബാനയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മറുവശമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഥ. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് അവിടുന്ന് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. സഹിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധ കുർബാന പരിശുദ്ധ ശിഷ്യന്മാർക്ക് കൊടുത്തതിന് ശേഷം ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത് ഉടനെ തന്നെ തിരിച്ചു വരുന്നു. ഇതിൻ്റെ പരിപൂർണത അല്ലെങ്കിൽ മുഴുവനോട് കൂടിയുള്ള അനുഭവത്തിലാണ് കാൽവരിയുടെ പിന്നെ ആ കുരിശിൻ്റെ താഴെ 3-4 പേരെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. യോഹന്നാനെയും മഗ്ദലന മറിയത്തെയും പരിശുദ്ധ അമ്മയെയും അമ്മയുടെ സഹോദരിയായ മറ്റേ മറിയൂന്നും പറയുന്നുണ്ട്. 3 പേരെയാണ് സിസ്റ്റർ പറഞ്ഞത്. 3 പേരെയാണ് കാണുള്ളൂ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അവരുടെ ബുദ്ധി ഞാനും തലോടാൻ പോയിട്ട് കാര്യമില്ല. യാക്കോബിൻ്റെ അമ്മ മറിയോ മറ്റേ മറിയോ ഒക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കുറേ സ്ത്രീകൾ താഴ്ത്തിരുന്ന് നിലവിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ അവിടെ അടുത്തടുത്ത് തന്നെ കാണാമായിരിക്കും. എന്തായാലും ചിത്രീകരിക്കുമ്പോൾ, അൾത്താര ചിത്രീകരിക്കുമ്പോൾ യോഹന്നാനെയും മഗ്ദലന മറിയത്തെയും പരിശുദ്ധമ്മയെയും മാത്രമാണ് കാണിച്ചിരിക്കുന്നതെന്ന് സിസ്റ്റർ പറഞ്ഞത് വാസ്തവമാണ്. അങ്ങനെയാണ് അൾത്താരകളുടെ ഒക്കെ ചുമരിൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ പെണ്ണ് ഏതാണെന്നാണ് ആദ്യം ചെറുപ്പത്തിൽ ഞാനിങ്ങനെ യോഹന്നാനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെറുപ്പക്കാരത്തി പെണ്ണ് ഏതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ചെറുപ്പക്കാരത്തി അല്ല, ഇത് നമ്മുടെ സ്വന്തമാണ് എന്ന് പിന്നീട് മനസ്സിലായത്. ഇത് യോഹന്നാനാണെന്നും എൻ്റെ സ്വന്തമാണെന്നും പിന്നീടാണ് ഈ കുട്ടിക്ക് തിരിഞ്ഞത്. അതുവരെ ഞാൻ ചിന്തിക്കും, ദൈവമേ ഈ ചെറുപ്പക്കാരത്തി പെണ്ണ് ഏതാണെന്നൊരു പിടുത്തോലല്ലോ. അപ്പുറത്തത് മറിയമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, മഗ്ദലന മറിയാന്നും പറയുന്നുണ്ട്. ഈ പെണ്ണ് ഏതാന്ന് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനസ്സിലായി ഈ പെണ്ണാരാണെന്ന്. അതുകൊണ്ട് അപ്പോസ്തല സംഘത്തിൻ്റെയും അപ്പം മുറിച്ച ആദിമസഭയുടെയും കൂടെ മറിയവുമുണ്ട് എന്നതിൽ മനസ്സിലാക്കണം. വിശുദ്ധ കുർബാനയുടെ വിരുന്നിൽ പങ്കുചേർന്നതിന് പുറമെ തൻ്റെ ജീവിതം മുഴുവനും പരിശുദ്ധ കുർബാനയുടെ സ്ത്രീ എന്ന ആന്തരിക ചൈതന്യം സൂക്ഷിച്ച മറിയത്തെ സഭ പരിശുദ്ധ കുർബാന എന്ന രഹസ്യം മനസ്സിലാക്കാനുള്ള താക്കോലാക്കി കരുതുന്നു. എന്താ പറഞ്ഞത്? വിശുദ്ധ കുർബാന എന്ന രഹസ്യത്തെ മനസ്സിലാക്കാനുള്ള വാതിൽ, അല്ലെങ്കിൽ തുറക്കാനുള്ള, വിശുദ്ധ കുർബാന തുറക്കാനുള്ള വാതിൽ എന്ന് പറയുന്നത് ആരാണ്? പരിശുദ്ധ അമ്മയോട് കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുക. അതുകൊണ്ട് മറിയത്തെ ആദ്യത്തെ സക്രാരി എന്ന് പറയുന്നു. എന്താ ആദ്യത്തെ സക്രാരി എന്ന് പറഞ്ഞ കാരണം എന്താണ്? അതിനെന്താ കാരണം? ആദ്യത്തെ വിശുദ്ധ കുർബാന പ്രദക്ഷിണം നടത്തിയതും മറിയാണത്രേ. ലൂക്ക 1:45 വായിച്ചു. അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്താ പറയുന്നത്? കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നിറവേറിയോ? എന്താ മിണ്ടാത്തെ? നിറവേറിയോ? എന്ത് ചത്തോടെ ചെയ്തിട്ട് വർത്താനം പോലെ നിറവേറിയോ? എങ്ങനെ നിറവേറി? കർത്താവ് സത്യമായിട്ട് ചേർത്ത് എഴുന്നേറ്റു. അതുകൊണ്ട് തന്നെ നിറവേറി വരും. സംശയമാണ് പലർക്കും, മിണ്ടണില്ല, വായടച്ചു പിടിച്ചിരിക്കുക.
വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച സംഭവം കണ്ടതുകൊണ്ടല്ലേ ഭാഗ്യവതി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പറയോ? കാരണം വിശ്വസിച്ച കാര്യം നടന്നു കഴിഞ്ഞു, അവളെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് എലിസബത്ത് പറഞ്ഞു വിശ്വസിച്ചവൾ ഭാഗ്യവതി. കാരണം എന്താണ്? വിശ്വസിക്കാത്ത ഒരാളിവിടെ ഇരിപ്പുണ്ട്. വിശ്വസിക്കാത്ത ഒരു ഒരു ചേട്ടൻ അല്ലേ, ചേട്ടനാ ഭർത്താവ്, ഭർത്താവ് ദിവസം അവിടെ ഇരിപ്പുണ്ട്. വിശ്വസിക്കേണ്ടവനായിരുന്നു, വിശ്വസിക്കാത്തതുകൊണ്ട്. വിശ്വസിച്ച ഒരു ചെറിയ കൊച്ചു പെണ്ണാണ് ഇപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? വിശ്വാസത്തെ എൻ്റെ കണ്ണുകൾ കൊണ്ട് മറിയത്തിൻ്റെ ഉദരത്തിലിരിക്കുന്ന ഈശോയെ ഏലീശമ്മ കണ്ട് ആരാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് മറിയത്തിന്റെ ഉദരത്തിലിരുന്ന ഈശോയെ എലീശ ആരാധിച്ചു. അതുകൊണ്ടാണ് മറിയം ആദ്യത്തെ സക്രാരിയായി തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, ഈ അനുഗ്രഹം ഇന്ന് നമുക്കും തന്നിട്ടില്ലേ? നമ്മുടെ ഹൃദയത്തിൽ ആരാണ് വസിക്കുന്നത്? ഇപ്പൊ തന്നെ ഞാൻ വിസ്തർവാനം കൊടുത്ത അല്ലേ? നിങ്ങളുടെയൊക്കെ ഹൃദയത്തിലും ഉദരത്തിലും ആരുണ്ട്? അപ്പൊ നിങ്ങൾ ആരായിരിക്കണം? അറ്റ്ലീസ്റ്റ് സക്രാരി ആയിരിക്കണം, എന്നാൽ കുസ്തൂതി ആയിരിക്കണം എന്നെങ്കിലും പറയണ്ടേ? ഇതെന്തൊന്നും ഉണ്ടാത്ത ഈശോ ആയിരിക്കും അത്ര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അത് ഇത്ര എളുപ്പമൊന്നുമല്ല. ആൾത്തൂസ് ക്രിസ്തുസ് പറ്റില്ല, അത് നിങ്ങൾ നോക്കി കിട്ടില്ല, ആരെ കൊണ്ടും പറ്റില്ല. പേഴ്സോണ ക്രിസ്റ്റി എന്ന് വേണമെങ്കിൽ പറഞ്ഞോ. എന്താണ് പേഴ്സോണ ക്രിസ്റ്റി? ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്ക് വളരാം. പക്ഷെ എന്താകാൻ പറ്റില്ല? ആൾത്തൂസ് ക്രിസ്തുസ്, മറ്റൊരു ക്രിസ്തു ആകാൻ പറ്റില്ല. അങ്ങനെ പഠനം രണ്ടാമത്തെ കൗൺസിൽ ഇല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കണേ കേട്ടാ. പേഴ്സോണ ക്രിസ്റ്റി. കാരണം ക്രിസ്തുവിനെ വഹിക്കുന്നവനായ നാം കൊടുക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ഞാനത് ചോദിച്ചത്. നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിനെ സ്വീകരിച്ച നാം, നമ്മിൽ നിന്ന് നമ്മളെ കാണുന്നവർ കാണേണ്ടത് ആരാണ്? ക്രിസ്തുവിനെയാണ്. മറിയം ഒരൊറ്റ പ്രാവശ്യം ഉദരത്തിൽ വസിച്ച ഉണ്ണിയെയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ, നസത്തിൽ ചെന്നപ്പോൾ, അവിടെ ഇരിക്കുന്ന വലിയമ്മ ഇളയമ്മ ആരെ കണ്ടു? ഈശോയെ കണ്ട് ആരാധിച്ചു. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കാണുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ കുമ്പിട്ട് ആരാധിക്കേണ്ടി വരില്ലേ? എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നില്ല? സിസ്റ്റർ പറയുന്നത് ഞങ്ങൾ പാപികളായതുകൊണ്ടാണെന്ന്. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ വിട്ടു കേട്ടോ. സിസ്റ്ററിനെ പിടിച്ചോ. അതുകൊണ്ട് ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാകും നമ്മളൊക്കെ. ആരാണ്? ക്രിസ്തുവിനെ കൊടുക്കാൻ. ക്രിസ്തുവാണ് എൻ്റെ കൂടെ ജീവിക്കുന്നത്. ക്രിസ്തു എന്നിൽ വസിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ വസിക്കണം? എങ്ങനെ വസിക്കണം? ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി സമയമായി. രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രദക്ഷിണം നടത്തിയെന്ന് പറഞ്ഞ അച്ഛൻ ഒരു വാക്ക് അല്ലേ? എന്താ പറഞ്ഞ അച്ഛൻ? അപ്പോൾ വീണ്ടും ഞാൻ പരിശുദ്ധാനം വിളിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്നെ വിശുദ്ധ ഭക്തിയെ അടിസ്ഥാനപ്പെടുത്തി പണ്ഡിറ്റ് പനാറൻ പാപ്പ അതിനെ വിശദീകരിക്കുകയാണ്. വിശദീകരണ കാര്യം എന്താണെന്നറിയോ? മിശിഹായെ ഗർഭം ധരിച്ച മറിയം ഏലീശായെ സന്ദർശിക്കാൻ പോയ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ വ്യാഖ്യാനിക്കുകയാണ്. വെറും ഒരു യുവതി മാത്രമായിരുന്ന കന്യക മറിയം ഭയചകിതയായിരുന്നില്ല. ദൈവം തന്നോട് കൂടെയുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. കർത്താവിൻ്റെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് അവളുടെ യാത്ര ചരിത്രത്തിലെ പ്രഥമ പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്താ നിങ്ങൾക്ക് മനസ്സിലായേ? എന്താ മനസ്സിലായത്? നമ്മളിപ്പോൾ ശനിയാഴ്ചയല്ലേ പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുന്നത് അല്ലേ? ഇവിടെ പരിശുദ്ധ അമ്മ അതിനേക്കാളൊക്കെ എത്രയോ മുൻപ് എന്ത് നടത്തി? എങ്ങനെയാണ്? അതാ പറഞ്ഞു വെച്ചത്. വെറും 18 അല്ലെ, വെറും യുവതി മാത്രമായിരുന്ന കന്യാമറിയം ദൈവം തന്നോട് കൂടെയാണെന്ന് അറിയാമായിരുന്നു. കർത്താവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടുള്ള അവളുടെ യാത്ര ചരിത്രത്തിലെ പ്രഥമ പരിശുദ്ധ കുർബാനയുടെ പ്രശ്നമായിരുന്നു. ഏലീശയുടെ ഭവനത്തിൽ പ്രവേശിച്ച് മറിയത്തിൻ്റെ അഭിവാദത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞൊഴുകി. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ നിന്നാണ്
മികവാർന്ന കൂടിക്കാഴ്ച എന്തായിത്തീരുന്നത്? മഞ്ഞിഫിക്കാത്ത. എന്താ മഞ്ഞിഫിക്കാത്തത്? അപ്പോൾ മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവമായ എൻ്റെ കർത്താവിൻ്റെ അമ്മേൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്ന്. അപ്പോൾ മറിയം ഉദ്ഘോഷിച്ചു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, ചിത്തം രക്ഷകനായ ജീവിതത്തിൽ ആനന്ദിക്കുന്നു, അതിൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇതാ ഇപ്പോൾ മുതൽ തലമുറകളും ഭാഗ്യമെന്ന് പ്രകീർത്തിക്കും. ശക്തനാവ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, നാം പരിശുദ്ധമാകുന്നു. തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. തൻ്റെ ഭുജം കൊണ്ട് ശക്തി പിടിപ്പിച്ചു, ഹൃദയദാഹം ചിതറിച്ചു. ശക്തരെ സിംഹാസനം ആടിയിറക്കി, വിനീതരെ ഉയർത്തുന്നു. വിശക്കുന്നവരെ വിശിഷ്ടങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറുങ്കാട്ട് പറഞ്ഞയച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും സന്ധികളോടും ഉന്നയിക്കുക ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഈശോയെ സ്വീകരിക്കുകയും പരസ്നേഹ പ്രവൃത്തികളിലൂടെ കർത്താവിന് ലോകത്തിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വം പരിശുദ്ധമ്മ നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? കർത്താവാണ് നമ്മുടെ കൂടെ വസിക്കുന്നത്. രണ്ട്, നമ്മിൽ വസിക്കുന്ന ഈശോയും കൊണ്ടാണ് നാം മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുന്നത്. കർത്താവിന് കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. മാത്രമല്ല, കർത്താവ് നമ്മിലുണ്ടെന്നുള്ളത് നമ്മളെ കാണുന്നവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം. ഈ 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പരിശുദ്ധമ്മ ആദ്യത്തെ സഖാരിയാണെന്നും ആദ്യത്തെ വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നടത്തിയെന്നും പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ചുമതലകളാണ്. നമുക്ക് ഈശോയെ സ്വീകരിക്കണം, ഈശോയെ നമ്മൾ വഹിക്കണം, ഈശോയെ നമ്മുടെ പരസ്നേഹപ്പെടുത്തുന്നതിന് മറ്റുള്ളവർക്ക് കൊടുക്കണം. മറ്റുള്ളവർക്ക് ഈശോയുടെ കൃപ നമ്മിൽ നിന്ന് പ്രവഹിക്കണം. കാരണം അതുകൊണ്ടാണ് ഉദരത്തിലിടുന്ന ശിശു കുതിച്ചു ചാടി, പിള്ള എൻ്റെ ഉദരത്തിൽ കുതിച്ചു ചാടി, അപ്പോഴാണ് പറയുന്നത് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളിൽ വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു, ഞങ്ങളും ഭാഗ്യവതിയായി അമ്മയോട് കൂടെ ആയിരിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹത്തിന് ഞങ്ങൾ പാത്രീഭൂതരാകട്ടെ. അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. അമ്മ ഉദരത്തിൽ ഈശോയെ വഹിച്ചതുപോലെ ഈശോയെ ഹൃദയത്തിൽ വഹിക്കുവാൻ, സൽപ്രവൃത്തികളുടെ ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ, ഞങ്ങളിൽ നിന്ന് ദൈവപ്രസാദം വരം ഒഴുകിയിറങ്ങുവാൻ കർത്താവേ, ഞങ്ങളിലേക്ക് അവിടുത്തെ അരൂപി അയക്കണമേ, ശക്തിപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനതകളെ നീക്കി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.